എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ്. 3 മണിക്കും 5:15 ഇടയ്ക്കാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് കത്തിക്കുന്ന വിളക്കാണ്. ഒരു താലത്തിൽ ഒരു 5 മൺചിരാതിൽ ഒന്നെങ്കിൽ വിളക്കെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, നെയ്യ്, ഇതിലാണോ തുടങ്ങുന്നത് അത് തന്നെ നമ്മൾ തുടർന്ന് ഉപയോഗിക്കണം. നമ്മളൊരു 42 ദിവസം വെളുപ്പിനെ ഈ വിളക്ക് കത്തിക്കുക. എന്താണോ നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം അത് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് ഇനിയും സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ആര് പ്രാർത്ഥനയോടുകൂടി കത്തിക്കുന്നുവോ അവർക്ക് ആഗ്രഹം സാധിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ ശുദ്ധമാണെങ്കിൽ, വേറെ അശുദ്ധികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുളിക്കാതെ ചെയ്യാം. എങ്കിലും ഞാൻ പറയുന്നു, കൂടുതലും നല്ലത് കുളിച്ചിട്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നതാണ്. നമ്മൾ കുളിച്ചിട്ട് കത്തിച്ച ബ്രഹ്മമുഹൂർത്ത വിളക്ക് പൂജാമുറിയിലല്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കത്തിക്കാം. കിച്ചണിലാവാം, ഹോളിലാവാം, എവിടെ വേണമെങ്കിൽ കത്തിക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മൾ ഈ നോൺ വെജൊക്കെ ഉപയോഗിക്കുന്നവർ കിച്ചണിൽ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നോൺ വെജ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളും ഒന്നും അങ്ങനെ ഇടുകയല്ലോ, നമ്മളവിടെ പിന്നെ വൃത്തിയാക്കുന്നുണ്ടല്ലോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും കുളിക്കാണ്ട് മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് വൈകുന്നേരം ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കുളിക്കാണ്ട് കത്തിക്കില്ല. കാരണം നമ്മളുടെ വിയർപ്പിന് ആ ഒരു ഗന്ധം വരും. നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഗന്ധം നമ്മുടെ ഈ വിയർപ്പിലുണ്ടാവും. അപ്പം നമ്മൾ മഹാലക്ഷ്മി പൂജ, നമ്മൾ ദൈവങ്ങൾക്ക് പൂജ ചെയ്യുന്ന വിളക്ക് കത്തിക്കുന്നതല്ലേ. നമ്മൾ അമ്പലമൊന്നും അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ മിനിമം നമ്മൾ ഭഗവാന്മാർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ചില ക്രിയകളുണ്ട്, കാര്യങ്ങളുണ്ട്. കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുക. നോൺ വെജ് ഒന്നും ഉപയോഗിച്ചു എന്ന് കരുതി ഒരു കുഴപ്പമില്ല നീ. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുടുംബജീവിതമുണ്ട്. അപ്പം ഭക്ഷണം, ഭർത്താവ്, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് മാത്രമാണ് ദൈവത്തെ നമ്മൾ ഭജിക്കേണ്ടത്. പക്ഷേ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. ഏറ്റവും ഭക്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യുക. ബ്രഹ്മമുഹൂർത്തങ്ങളൊക്കെ എല്ലാവരും കത്തിക്കണം കേട്ടോ. അതിൻ്റെ ഒരു പവർ വേറൊരു ലെവലാണ്. നിങ്ങളൊരു 10 ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളൊരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവയ അങ്ങനെ ഒരു 5-6 വട്ടം നിങ്ങളൊരു നാമം കൂടെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മുടെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം വെച്ച് പറയാൻ, സ്വപ്നം കാണാത്ത പലതും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കണം. എന്തെങ്കിലും അതുമായി സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.